Guys and welcome back guys. ഞാനിപ്പോൾ എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടാരക്കര മലമേലാണ്. മലമേൽ ടൂറിസം ഇവിടെയാണുള്ളത്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇവിടെയാണ് ഉള്ളത്. എൻ്റെ ബാക്കിലായിട്ട് മലമേൽ ടൂറിസം ഉള്ള ബോർഡൊക്കെ ഉണ്ട്. അതിൻ്റെ പുറകിലായിട്ട് അമ്പലം ഉള്ളത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അമ്പലത്തിലോട്ട് പോയി ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും ഇവിടുത്തെ ടൂറിസം എല്ലാം നിങ്ങൾക്ക് ടൂറിസ്റ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എനിക്ക് കാണിച്ചു തരാൻ പറ്റും. ഓക്കെ, എന്തായാലും നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ആയിട്ട് മലമേൽ ടൂറിസത്തിൻ്റെ ഒരു ബോർഡും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടായിട്ട് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാട്ടോ. അമ്പലത്തിൽ പാട്ട് ചെയ്തുകൊണ്ട് കോപ്പിറൈറ്റ് അടിക്കുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. വ്യൂ പോയിന്റ് കേട്ടോ. വ്യൂ പോയിന്റ് ആണോ? അത് നല്ല വ്യൂ ഉണ്ട്, അതറിയാം ഗൈസ്. ബാക്ക് ക്യാമറ കാണിച്ചു തരാം. ഇതുകൊണ്ട് അമ്പലം ഇവിടെ ആയിട്ടുണ്ട്. ഞങ്ങൾ വന്ന വഴി കേട്ടോ. അത് ഞങ്ങൾ വന്ന വഴിയാണത്. നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല കാറ്റല്ല, അത്യാവശ്യം കാറ്റുണ്ട്. നോക്കി നിങ്ങൾക്ക് ഇവിടെ ഒരു ചർച്ച കാണാം കേട്ടോ. ഇത്ര മാക്സിമം 4x മാത്രമേ എൻ്റെ ഫോണിൽ സൂമിങ് വരുന്നുള്ളൂ. അമ്പലത്തിൽ കയറി തൊഴുതു. ഇനി അടുത്ത ലൊക്കേഷനിലോട്ട് പോവുക കേട്ടോ. ഞാൻ അമ്പലത്തിൻ്റെ അകംഭാഗമൊന്നും കാണിക്കുന്നില്ല, സൈഡിൽ കൂടെ പോവാം. പാറയിൽ തന്നെ ഒരു ഗ്രിപ്പ് സ്റ്റെപ്പ് മാതിരിയൊക്കെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. നോക്കിയേ. അപ്പോൾ നമ്മൾ ആ മലമേൽ തന്നെയുള്ള ഇനി അടുത്ത ലൊക്കേഷനിലോട്ട് പോകും. ആ മലമേൽ തന്നെയുള്ള അമ്പലത്തിൻ്റെ അല്ലാതെ ഇവിടെയൊക്കെ ഒരു വഴി കിടപ്പുണ്ട്. നമ്മൾ അതിലേക്കൂടെയാണ് കയറി പോകാൻ പോകുന്നത്. നാലമ്പലത്തിനകത്ത് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയൊക്കെ കർശനമായിട്ട് നിരോധിച്ചെന്ന് ഈ ബോർഡ് വെച്ചിട്ടുണ്ട്. ഞാൻ അമ്പലത്തിനകത്ത് കയറി ഷൂട്ട് ചെയ്തില്ല, ഞാൻ പുറത്ത് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി അത് സീനാവുമെന്ന് അറിയത്തില്ല. നമ്മൾ നടന്നു നോക്കിക്കൊണ്ടിരിക്കുക. നല്ല കിടിലൻ വ്യൂ ഒക്കെ കേട്ടോ. ഇതിലേക്കൂടെ വണ്ടി കൊണ്ടുപോകാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവിടൊരു ഗേറ്റ് ഉണ്ട്. എൻട്രൻസിൻ്റെ മറ്റേ ഗേറ്റ് മാതിരി ചെക്ക് പോസ്റ്റ് മാതിരിയുള്ള സെറ്റപ്പാന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ നോക്കിയാൽ പാറയൊക്കെ കാണാൻ പറ്റും. ബേസ്റ്റ് ബിന്നൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എനിക്ക് വണ്ടികൾ ആ ഗേറ്റിൻ്റെ അപ്പുറം കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് തോന്നണം. ഇവിടെ എല്ലാവരും പാർക്ക് ചെയ്ത് വെച്ചേക്കുവാ. ഇനി ഒന്നോട്ട് പോകാൻ ടിക്കറ്റ് എടുക്കണമെന്ന് തോന്നണേ. ബിൽഡിങ്ങിലായിട്ട് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളെല്ലാം എടുക്കണ്ട. ഇവിടെയായിട്ട് ഗേറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ബാക്കിൽ ടിക്കറ്റ് എടുത്തു. ഇനിയിപ്പോൾ അടുത്ത വ്യൂ പോയിന്റിലോട്ടൊക്കെ നമ്മൾ നടക്കും കേട്ടോ. അവിടെയൊക്കെ വ്യൂ പോയിന്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ ഇരിക്കുള്ള ചെയറും അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അവിടെ ഹോട്ടൽ പോലത്തുള്ള സെറ്റപ്പ് കേട്ടോ. ഇപ്പോൾ ചെടികളും കാര്യങ്ങളൊക്കെ കേട്ടോ. വാവ്. ഗൈസ്, ഇവിടുത്തെ പല പാറകൾക്കും പേരുണ്ട് കേട്ടോ. അത് നിങ്ങൾ ഈ കാണുന്ന വഴി കൂടെ പോകുമ്പോഴാണ് കുടപ്പാറ ഉള്ളത്. അതേപോലെ നാടുകാണിപ്പാറ. ഇന്നോട്ട് പോകുമ്പോഴാണ് ഗൈസ് നാടുകാണിപ്പാറ ഉള്ളത്. ഇവിടെ ആയിട്ട് ബാത്റൂം സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്തായാലും ഗൈസ് നമുക്ക് മേലോട്ട് നടന്നു പോകാം. ഗൈസ്, ഇവിടെ ആയിട്ടും ബേസ് ബിന്നും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നല്ല സൺസെറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ ആയിട്ടുണ്ട്. നിങ്ങൾ ആ കാണുന്ന പാറയെന്ന് വെച്ചാൽ അഡ്വഞ്ചറിസ്റ്റിക് ആയിട്ടുള്ള പാറയാണ്. നമുക്ക് അതിൻ്റെ മണ്ടയിൽ കയറാനും കാര്യങ്ങളെല്ലാം പറ്റും. ഇതാട്ടോ ആ പാറയിലോട്ട് പോകുന്ന വഴി. എന്തായാലും ആ ഒരു അഡ്വഞ്ചറായിട്ടുള്ള ഒരു മലയുടെ അടുത്തൂടെ പോയേക്കാം. അവിടെ ആയിട്ടൊരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ മേളില്. പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ആൾക്കാരുടെ പേരും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടേ. ഇവരായിട്ട് ബേസ്റ്റ് ബിൻ ഉണ്ട്. സോളാർ ലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. തിരിച്ചു കിടക്കുക. ഗൈസ്, അതിൻ്റെ ടോപ്പ് ഉണ്ട് കേട്ടോ ആൾക്കാർ.
അവിടെ സൺസെറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് ഗൈസ്. ഈ ഒരു പാറയുടെ മണ്ടേക്കറി എന്നുള്ള വ്യൂ കീഴിലും വ്യൂ ആട്ടോ. ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യൂ ഇതാട്ടോ എനിക്ക്. ഇവിടെ പല സ്ഥലങ്ങളിലും ഇത് കണക്കുള്ള സോളാർ ലൈറ്റുകളും കാര്യങ്ങളെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. കീഴിലും സൺസെറ്റ് ആട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും കേട്ടോ. ഇറങ്ങി ഇനി നേരത്തെ ആദ്യം പോയ അമ്പലത്തിന്റെ ആ ഒരു മേളിലുള്ള പാറയിലോട്ട് വീണ്ടും പോകാൻ പോവാണ് ഗൈസ്. അമ്പലത്തിന്റെ ഫ്രണ്ടിലുള്ള ആലാട്ടോ. ഇവിടെ സമയം കൂടുന്നതനുസരിച്ച് വ്യൂ കൂടിക്കൊണ്ടിരിക്കും കേട്ടോ ഗൈസ്. നോക്കൂ, ഇവിടോട്ട് ഈ ഒരു പാറയുടെ കുറെ വെള്ളവും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഈ ഒരു പാറയുടെ ഈ ഒരു ഏരിയ ഉണ്ടോ, അതായത് ഇത് അമ്പലം, ഈ ഒരു ഏരിയ ഉണ്ടോ ഗൈസ്. ഇവിടെ ഭയങ്കര കർവാട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ സൂക്ഷിക്കാൻ ഭയങ്കര കർവ് മാതിരിയാ. സമയം നേരെ ഇരുട്ടതനുസരിച്ച് വ്യൂ കൂടിക്കൊണ്ടിരിക്കുക ഗൈസ്. അതേപോലെ തന്നെ ഗൈസ് ഈ കിടന്ന് വെള്ളത്തിൽ കണ്ടു ഗൈസ്. ഇതിനകത്ത് പാമ്പോ തവള എന്തൊക്കെ ഉണ്ട്. അപ്പുറത്തോട്ട് ചാടി കടന്നുണ്ട് പൊന്നെ. ഇവിടുന്ന് ഒരു സെൽഫി എടുക്കണം. കോട കൂടി കേട്ടോ, ഫുള്ള് കോടമഞ്ഞായി. അത്യാവശ്യം ലൈറ്റുകൾ ഇട്ട് തുടങ്ങി. ഇവിടുന്ന് ഇറങ്ങാൻ പോവാട്ടോ. യോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.